ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കിഫ്ബി സഹായത്തോടെ സർക്കാർ നടപ്പാക്കിയത്. ലോകോത്തര മികവോടെ കേരളത്തിലെ സർവകലാശാലകൾ മുന്നേറുകയാണ്. അതിവേഗം കുതിക്കുന്ന വികസിത കേരളം, മികവുറ്റ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള നിരവധി ജനകീയ പദ്ധതികൾ മലയാള നാടിന്റെ മുഖച്ഛായ മാറ്റിയ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ കിഫ്ബിയെ മാറ്റി നിർത്തി നവകേരളത്തിന്റെ ചരിത്രം പറയുക അസാധ്യം. കേരളക്കരയുടെ നാനാതുറകളിലും കിഫ്ബി വരുത്തിയ മാറ്റങ്ങൾ പ്രകടം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കിഫ്ബിയിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 87,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ കേരളത്തിൽ നടപ്പാക്കി. റോഡുകൾ മുതൽ ആശുപത്രികൾ വരെ, വിദ്യാലയങ്ങൾ മുതൽ ഗവേഷണ കേന്ദ്രങ്ങൾ വരെ നവകേരളം കെട്ടിപ്പടുത്ത് വികസന കുതിപ്പ് തുടരുന്നു കിഫ്ബി. കേരളത്തിന്റെ വികസന ഭൂപടം വരച്ചിടുമ്പോൾ രണ്ടായി തിരിക്കാം: കിഫ്ബിക്ക് മുൻപും ശേഷവും. ജനകീയ സർക്കാരിന്റെ ജനകീയ പദ്ധതി. പുതിയുഗ വേഗത്തിനൊപ്പം ചലിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുന്ന ദീർഘവീക്ഷണത്തിന്റെ പേരാണ് കിഫ്ബി. റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, കലാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് മികവാർന്ന കെട്ടിടങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇതെല്ലാം കിഫ്ബിയിലൂടെ സാധ്യമായി എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമായിരുന്നു. ഒന്നാം LDF സർക്കാരിന്റെ കാലം മുതൽ തന്നെ അതിനുവേണ്ടിയുള്ള ബൃഹത്തായ കർമ്മ പദ്ധതികൾ ആരംഭിച്ചു. സർവകലാശാലകളുടെ പരിമിതികളെ മറികടന്നാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇനിയും യശസ്സു വർദ്ധിപ്പിക്കുമെന്ന സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നു. സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും കിഫ്ബിയുടെ കൈത്താങ്ങും കൂടിയായപ്പോൾ മലയാളക്കരയുടെ സർവകലാശാലകളുടെ മുഖച്ഛായ മാറി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2065 കോടി 72 ലക്ഷത്തി ചില്ലാൻ രൂപയാണ് പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 1847 കോടി 36 ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര വികസനമാണ് കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ സാധിച്ചത്. മികച്ച കെട്ടിടങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ, ഓരോ സർവകലാശാലയ്ക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, അങ്ങനെ നീണ്ടുപോകുന്നു കിഫ്ബി കൈത്താങ്. സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടിയ അക്കാഡമിക് ബ്ലോക്കുകൾ, മികച്ച സൗകര്യങ്ങളുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ, മോഡേണൈസ്ഡ് ലൈബ്രറികൾ, ഇതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സജ്ജമാക്കുന്നതിന് കിഫ്ബിയുടെ ധനസഹായം വലിയ തോതിൽ ഉപയോഗപ്പെടുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും MG യൂണിവേഴ്സിറ്റിയിലും കാതലായ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പാക്കാൻ സാധിച്ചത്. സർവകലാശാലകളും കലാലയങ്ങളും NAAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങുകളിലും ഏറ്റവും അന്തസ്സുറ്റ നിലകളിൽ ഇടം പിടിച്ചതിനു പിന്നിൽ കിഫ്ബിയുടെ വലിയ ഇടപെടലുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചത് സർവകലാശാലാ പ്രവർത്തനങ്ങൾ കൂടുതൽ അനായാസമാക്കുകയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയും ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കുസാറ്റിൻ്റെയും എല്ലാം ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റികളായി വളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പൈതൃക കലാലയങ്ങൾ ഉൾപ്പെടെ 51 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 512 കോടി 67 ലക്ഷം രൂപയാണ് കിഫ്ബിയിലൂടെ ചെലവഴിച്ചത്. 7 സർക്കാർ പോളിടെക്നിക് കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 43 കോടി 46 ലക്ഷം രൂപ ചിലവാക്കി. 7 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 80 കോടി 84 ലക്ഷം രൂപ ചിലവാക്കി. സർവകലാശാലകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചത് 313 കോടി 57 ലക്ഷം രൂപ. സർവകലാശാലകൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 190 കോടി 95 ലക്ഷം രൂപ ചിലവഴിച്ചു.
സർവകലാശാലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് 166 കോടി 93 ലക്ഷം രൂപ അനുവദിച്ചു. കേരള സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള താണു പത്മനാഭൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, കുസാറ്റിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, MG യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി എന്നിവ കിഫ്ബിയുടെ ധനസഹായം കൊണ്ട് ആണ് ഇന്നത്തെ നിലയിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്താരാഷ്ട്ര സൗകര്യമുള്ള ഹോസ്റ്റലുകൾ പണിയാൻ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത് 144 കോടി 12 ലക്ഷം രൂപ. സർവകലാശാലകൾക്ക് ഹോസ്റ്റലുകൾ, ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾ എന്നിവയ്ക്കും കിഫ്ബിയിലൂടെ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രായോഗിക രൂപത്തിലേക്ക് മാറ്റി ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന പദ്ധതിയാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾ. 133 കോടി 9.5 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് ചെലവിട്ടത്. കണ്ണൂർ പിണറായിയിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ ഹബ്ബിൽ ഉൾപ്പെടുന്നത് IHRD കോളേജും പോളിടെക്നിക് കോളേജും ITIയും. ഈ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബിന് കിഫ്ബി നൽകിയിരിക്കുന്നത് 275 കോടി രൂപ. KTU സർവകലാശാലയോട് ചേർന്ന് ട്രസ്റ്റ് പാർക്കിന്, അതായത് ടെക്നോളജിയിലും ഇന്നൊവേഷനിലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലുമെല്ലാം നൂതനാശയങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അത് ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിനുമൊക്കെ തന്നെ വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് പാർക്കിന് സ്ഥലമെടുക്കുന്നതിനായി 203 കോടി 93 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലബോറട്ടറി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബി നൽകിയത് 250 കോടി രൂപ. പുതിയ കാലവും പുതിയ ലോകവും ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്താൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രാപ്തമാക്കിക്കൊണ്ട് കിഫ്ബി ഇനിയും മുന്നോട്ട്.